എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്കൂൾ ഓപ്പൺ ആകുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഷോപ്പിംഗ് എല്ലാം നേരത്തെ ആക്കി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ എല്ലാം കണ്ടപ്പോൾ കുറച്ചുകൂടെ ഫാബ്രിക് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി കുറേ നാളായിട്ട് വാങ്ങുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. ഷോപ്പിൻ്റെ പേര് ഏതെന്നല്ലേ, ബ്ലോസം എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസാണ്. ലൊക്കേഷൻ വരുന്നത് കൊച്ചിനിൽ തോപ്പുംപടിയിലാണ് വരുന്നത്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളതല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞാൽ, അതുകൂടാതെ ഇവിടുത്തെ ഫാബ്രിക് എല്ലാം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ തന്നെ ചോദിക്കാം കേട്ടോ. ഒന്ന് പറയുമോ ലൊക്കേഷൻ? നമുക്ക് തോപ്പുംപടിയിൽ കൊച്ചുപള്ളിയുടെ അടുത്തും മൈജിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ടാണ് ബ്ലോസം ഷോപ്പ് വരിക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടെ എൻഡിൽ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി കളക്ഷൻ കാണാമേ. ഇവിടെ എന്തൊക്കെ ടൈപ്പാണ് കിടക്കുക? ഇവിടെ ടീഷർട്ട് ബ്രാ വരുന്നുണ്ട്, അല്ലാതെ തന്നെ പാഡഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് സ്പോർട്സ് ടൈപ്പ് വരുന്നുണ്ട്, അങ്ങനെയാണല്ലേ. സൈഡ് സപ്പോർട്ട് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഓക്കെ, അത് ഇതൊരെണ്ണം എടുത്ത് കാണിക്കും. ഇതേതാണ്, സ്പോർട്സ് ആണോ? അല്ല, ഇത് സൈഡ് സപ്പോർട്ട് ആയിട്ട് വരുന്ന ബ്രായാണ്. ഇത് ബ്രോഡ് ആയിട്ടായിരുന്നു നമ്മളുടെ സ്ട്രാപ്പ് വരുന്നത്. നിപ്പിൾ കൺസീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബ്ലോസത്തിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ മെറ്റീരിയൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോൾ എങ്ങനെയായിരിക്കും, കപ്പ് സൈസ് അങ്ങനെയൊക്കെ ഇല്ലേ? കപ്പ് സൈസ് വരുന്നുണ്ട്. നമുക്ക് നോർമലി ബി കപ്പ് എന്ന് പറയുന്നതാണ് നോർമൽ കപ്പ് പറയുന്നത്. ബി മുതൽ ബി, സി, ഡി, ഇ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ടൈപ്പാന്ന് പറഞ്ഞത്? ഇത് ടീഷർട്ട് ബ്രാ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓരോ ഡ്രസ്സിനും അല്ലേ അനുസരിച്ചിട്ട്. ടീനേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓരോ ഡ്രസ്സിൻ്റെ ആറ്ററിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് പ്രിഫർ ചെയ്യുക അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൺസൾട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ നിങ്ങൾ പറയില്ലേ? സെൻട്രൽ കട്ടിങ് വരാത്ത എല്ലാം തന്നെ നമുക്ക് ടീഷർട്ട് ബ്രാ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ കട്ടിങ് വരുമ്പോഴേക്കും നമുക്ക് അത് വിസിബിൾ ആയിരിക്കും. ടീഷർട്ടിനും സെൽവാറിനൊക്കെ ആകുമ്പോഴേക്കും അത് സ്യൂട്ട് ആവില്ല. ഓക്കെ ഓക്കെ, അതാണ് നമ്മൾ ടീഷർട്ട് ബ്രാ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ താഴത്തെ സ്പോർട്സിൻ്റെ ഒക്കെ ആയിരിക്കുന്നത് അല്ലേ. ഇത് കുറച്ച് പാഡഡ് ആണെന്ന് തോന്നുന്നു. ഇത് പാഡഡ് വരുന്നതാണ്. ഇത് നമുക്ക് തിക്ക് പാഡാണ് വരുന്നത്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. അപ്പം തിക്കും ലൈറ്റ് ആയിട്ടുള്ളതുണ്ടോ? ഉണ്ട്, നമുക്ക് സെമി പാഡഡ് ഉണ്ട്, തിൻ പാഡഡ് ഉണ്ട്, ഓക്കെ, തിക്ക് പാഡ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വരുമായിരിക്കും അല്ലേ പാഡഡിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണോ? അല്ല, ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് കോട്ടൺ ആണ് വരുന്നത്. ഇതിന് അകത്ത് മുഴുവൻ വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ്, പക്ഷെ പുറമേ വരുമ്പോഴേക്കും ബനിയൻ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കോട്ടൺ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഉള്ളിൽ കോട്ടൺ. ഓക്കെ, മുഴുവൻ കോട്ടൺ ആയിട്ടാണ് വരുന്നത്. കുറച്ചുകൂടെ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കിൻ ഫ്രണ്ട്ലി ആണ് അല്ലേ. അതെ, ഓക്കെ. ഈ ഇരിക്കുന്നതൊക്കെയോ? ഇത് നമുക്ക് വരുന്നത് സോലേസ് എന്ന് പറയുന്ന ഒരു പാഡഡ് ബ്രായാണ്. അതിൽ തന്നെ ലേസ് മോഡലാണ് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഫെദർ ലൈറ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ തന്നെ ലേസ് വരുന്ന മോഡലാണ് സോലേസ് എന്ന് പറയുന്നത്. ഇതിന്റെ തിന്നാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, പോളിമൈഡ് ഫാബ്രിക് ആണ്. ഓക്കെ ഓക്കെ, ഈ താഴേക്ക് ഇരിക്കുന്ന എല്ലാം വേറെ വേറെ എല്ലാം വെറൈറ്റി ആണ്. ഇതെന്ന് പറയുന്നത് ഇതും കോട്ടൺ തന്നെയാണ് വരുന്നത്. ഇതിന് സൈഡ് സപ്പോർട്ട്, ഇതിന്റെ ഉള്ളിലേക്കാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കവറേജ് ഉള്ളതാണ്. അതുപോലെ തന്നെ ബ്രോഡായിട്ടാണ് വരുന്നത്. കോട്ടൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോട്ടൺ തന്നെ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കോട്ടൺ അങ്ങനെ കോട്ടൺ മതി എന്ന് പറയും. എന്നാൽ റൗണ്ട് സ്റ്റിച്ച് വേണ്ട, നോർമലി അവർ യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് റൗണ്ട് സ്റ്റിച്ച് വേണ്ട, സാരി ബ്രാ വേണ്ട, അങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇത്. സർക്കിൾട്ടൺ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാ വരിക? നമുക്ക് 10 to 8:30 ആണ്. 10 to 8:30. ഫ്രൈഡേ സാറ്റർഡേ മാത്രം 9 o'clock വരെ. ഓക്കെ, അപ്പോൾ നോർമലി 10 to 8:30 ആണ് ടൈം. ഫ്രൈഡേ സാറ്റർഡേ അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ അല്ലേ ടൈം കുറച്ചുകൂടെ ഉണ്ട്. 9:30 വരെ ഉണ്ട്, 9 o'clock വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ആണ് നമ്മുടെ വീക്കെൻഡ് പർച്ചേസിങ് ടൈം. അപ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല കാര്യം. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ എന്തൊക്കെയാ? ഇതിൽ നമുക്ക് വരുന്നത് കൂടുതൽ കവറേജ് വരുന്ന ഐറ്റംസ് ആയ ഓപ്പണാക്കോ. കവറേജിന്റെ ആണോ? ഇത് കൂടുതൽ കവറേജ് വരുന്നതാണ്. അതുപോലെ തന്നെ നിപ്പിൾ കൺസീലിംഗ് ആണ്. ഇത് ഡിഫറെന്റ് മെറ്റീരിയൽസ് ചേർത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാറ്റിനും അല്ലാതെ തന്നെ മെറ്റീരിയൽ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണിത്. ഓക്കെ, ഈ ഇരിക്കുന്ന എന്തൊക്കെയാ? നമുക്ക് സൈഡ് സപ്പോർട്ട് വരുന്ന ഐറ്റം വരുന്നുണ്ട്, പിന്നെ അല്ലാതെ തന്നെ പാഡഡ് വരുന്നുണ്ട്, വർക്കൗട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും എടുക്കുമോ? ഇത് കുറച്ചുകൂടെ കവറേജ് ആയ ടൈപ്പാണ് തോന്നുന്നു. കവറേജ് വരുന്നതാണ്. രണ്ട് മെറ്റീരിയൽ കൂടിയാണ് ഇത് വരുന്നത്. അത് തന്നെ നിപ്പിൾ കൺസീലിംഗ് ആണ്. സൈഡ് സപ്പോർട്ട് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു
വയറായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വന്ന് വാങ്ങുമായിരിക്കും അല്ലേ? അത് സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ചോദിച്ചു വരാറുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും കൂടെ ഇതായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് സജസ്റ്റ് ചെയ്യും. ഇത് സ്പോർട്സിൻ്റെ ആണ്, ഇത് വർക്കൗട്ട് ബ്രായാണ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ പാക്കിംഗ് ആണ് നമ്മളെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കുക. നോർമലി നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വിസിബിൾ ആവുന്ന പ്ലാസ്റ്റിക് കവേഴ്സിലാണ്. ഇവിടെ കുറച്ചുകൂടെ ഇങ്ങനത്തെ ഒരു പാക്കിലാണ്. കാരണം നമുക്ക് ആർക്കും ഒന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നോർമലി ചില ലേഡീസിനൊക്കെ ഷൈ അല്ലേ ഇങ്ങനത്തെ ഒരു ഐറ്റം ഒക്കെ എടുക്കാനായിട്ട്, പറയാനും ഒക്കെ. പക്ഷെ ഇവിടെ പാക്കിംഗ് എല്ലാം സൂപ്പർബാണ്. അത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല ഇല്ല, നമ്മൾ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇത് സ്പോർട്സിൻ്റെ അല്ലേ? വർക്കൗട്ട് ബ്രാ ആണിത്. ഓക്കെ. ഇത് എല്ലാ ടൈപ്പും ഇല്ലേ? എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് വർക്കൗട്ട് ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിം വെയർ ആയിട്ടും അല്ല വർക്കൗട്ടിന് പോകുന്നവരും ജോഗിങ്ങിനും എല്ലാത്തിനും കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇതിലൊരു ചെറിയ പാഡ് ഇതിലുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയതാണ്. സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. വേറെ കളേഴ്സ് ഒക്കെ ഇല്ലേ? വേറെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, കുറേ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഈ താഴെ ഇരിക്കുന്നതെല്ലാം എങ്ങനെയാ? ഇതും നമുക്ക് ടീഷർട്ടിന് യൂസ് ചെയ്യാൻ പറ്റിയ വിധത്തിലുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന വിധത്തിലുള്ളതാണ്. ഇത്തിരി കൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ സി കപ്പ് ഡി കപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കപ്പ് സൈസ് കൂടുതൽ വേണ്ടിയവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ്. ഈ ഒരു കാറ്റഗറിക്ക് ആണെങ്കിലോ പിന്നെ നമുക്ക് അല്ലാതെ വരുന്നതാണ്. ഇത് ലേസ് മോഡലിൽ വരുന്ന ആ ഒരു ഐറ്റം നമുക്ക് ഇതേ ഉള്ളൂ. ഇതാണ് ലേസ് മോഡലിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇതൊക്കെ പാഡഡ് വരുന്നത്. ഇത് നമുക്ക് തിക്ക് പാഡാണ് വരുന്നത്. ഇത് തിന്നായിട്ട് വരുന്നതാണ്. മൊഡാൽ അങ്ങനെ എന്തോ സംഭവം അതാണോ ഇത്? മൊഡാൽ ഇത് പോളിമെയ്ഡ് ഫാബ്രിക് ആണ് വരുന്നത്. പിന്നെ നമുക്കിത് വരുന്നത് സ്ട്രാപ്ലെസ് ആണ്. ഇത് സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രസ്സിൻ്റെ വെച്ചിട്ടല്ലേ? ഓക്കെ. ഈ കാറ്റഗറി എല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയാണോ? അത് ഏകദേശം അങ്ങനെയുള്ള ടൈപ്പുകളാണ് വരുന്നത്. അതായത് ടീഷർട്ടിനും അതുപോലെ തന്നെ സ്പോർട്സ് വെയർ ആയിട്ടും അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരെണ്ണം ഫീഡിംഗ് ബ്രാ ആണ് വരുന്നത്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇത് നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റിയതാണ്. ഇതിനപ്പോൾ ഓൾമോസ്റ്റ് കപ്പ് സൈസും എല്ലാം ഉണ്ട്. ഇതിൽ നമുക്ക് CD വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്ലോസത്തിന്റെ പാൻറ്റി സെക്ഷൻ കൂടെ നോക്കാമേ. ഇത് ഫുള്ളും പാൻറ്റീസ് അല്ലേ വരാം? ഇത് ഏതൊക്കെ ടൈപ്പ് ഇരിക്കുന്നത്? ഇത് നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, പ്ലെയിൻ ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ബോട്ടിൽ വരുന്നതുണ്ട്. എന്താ ബോട്ടിൽ? അത് സെയിം പാറ്റേൺ തന്നെയാണ്. നമുക്ക് ബോട്ടിലായിട്ടും വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഇതിൽ പാക്കിങ്ങിലുണ്ട്. ഇത് 3 പീസിന്റെ ആണ് വരുന്നത്. 3 പീസിന്റെ സെറ്റ് ആണ് വരുന്നത്. സെറ്റ് വൈസ് ആണല്ലേ? ഇത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് 3 പീസിന്റെ വരുന്നത്. ഓക്കെ. ഇത് ഫുള്ളും ഇതും 3 പീസ് തന്നെ അല്ലേ? അതെ, ഇത് 3 പീസ് ആണ്. ഇത് ഓരോ മോഡലാണ്. തിന്നായിട്ടുള്ളത് മതി, തിന്ന ഇലാസ്റ്റിക് മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രിഫർ ചെയ്യും. ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ കംഫർട്ടിനനുസരിച്ചിട്ട് നമ്മൾ കോട്ടനും ഉണ്ടെന്ന് തോന്നുന്നു. കോട്ടൺ ഫാബ്രിക് ആണ് കൂടുതൽ. പിന്നെ ഈ സെക്ഷനിലാണെങ്കിലോ ഇതിലും നമുക്ക് വരുന്നത് ഷോർട്ട്സ് ആയിട്ടുള്ള ടൈപ്പിൽ, അതായത് ഷോർട്ട്സ് മോഡൽ ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. കുറച്ചുകൂടെ ജീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈപ്പ് ആയിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുക. ചോദിച്ചു വരുന്നവർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സീംലെസ് ആണോ? ഷോർട്ട്സ് മോഡൽ. ഓക്കെ ഓക്കെ. ആ ടൈപ്പാണല്ലേ വരുന്നത്? ടൈപ്പാണ് വരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഇത് നമുക്ക് വരുന്നത് മെറ്റേണിറ്റി പാൻറ്റിയാണ്. മെറ്റേണിറ്റി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതും തിന്നായിട്ട് വരുന്ന ഇലാസ്റ്റിക് വരുന്നത്. അത് അങ്ങനെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ മിക്ക ഷോപ്പുകളിലും കിട്ടാറില്ല കേട്ടോ. കാരണം അതൊരു കുറച്ചുകൂടെ യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരാം അല്ലേ? അപ്പൊ അത് എത്ര പീസായിട്ടാണ് വരിക? അത് നമുക്ക് ഇത് 2 പീസിന്റെ ആണ് വരുന്നത്. ഇത് 2 പീസിന്റെ സെറ്റ് ആണ്. കുറച്ചുകൂടെ കംഫർട്ട് മറ്റേ തിന്നാണ്. നമുക്ക് മൊഡാൽ ഫാബ്രിക് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും നല്ല സ്ട്രെച്ചി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആക്കുമോ? ഇതപ്പോൾ എങ്ങനെയായിരിക്കും സൈസൊക്കെ വരിക? എല്ലാം വലിയ സൈസ് തന്നെ ആയിരിക്കുമോ? ഇല്ല, സൈസ് നമുക്ക് നോർമൽ സൈസിനേലും അതേ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പാൻറ്റീസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ടമ്മി കംഫർട്ട് ആക്കുന്ന രീതിയിൽ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പാൻറ്റീസ് താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്, ടമ്മി കവർ ചെയ്യും. പിന്നെ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഇതിൽ സ്ലിപ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ്, സ്കിന്ന്, ബ്ലാക്ക് ആണ്. ഈ 3 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ വരുന്നത് ചുരിദാർ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ തന്നെ തിക്കായിട്ടുള്ള സ്ട്രാപ്പ് വരുന്നത്, തിന്നായിട്ടുള്ള സ്ട്രാപ്പ് വരുന്നത്. അങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. ആണല്ലേ? ഓക്കെ. പിന്നെ ഈ സെക്ഷനിൽ
ഈ സെക്ഷനിൽ നമുക്ക് വരുന്നത് ഷോർട്ട്സ് ടൈപ്പ് വരുന്നുണ്ട്, ടമ്മി ടക്കർ വരുന്നുണ്ട്, അതുപോലെ മൊഡൽ ഫാബ്രിക്. ടമ്മി ടക്കർ ഒന്ന് കാണിക്കും. ടമ്മി ടക്കർ കാരണം അതൊക്കെ റെയർ പീസാണ്, മിക്കടത്തും കിട്ടാറില്ല ചോദിക്കുമ്പോഴൊക്കെ. ഈ ടമ്മി ടക്കറും അതുപോലെ തന്നെ മെറ്റേണിറ്റിയുടേതും അല്ലേ, അങ്ങനെ കിട്ടാറില്ല, അതാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ഇതാണ് ടമ്മി ടക്കർ. കൂടുതൽ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണല്ലേ വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് ലോട്ടസ് എന്ന് പറയുന്ന ഒരു കോംബോയാണ്. ഇത് മാത്രം നമുക്ക് 5 പീസാണ് വരുന്നത്. അതിൽ 2 പ്ലെയിനും 3 പ്രിന്റഡും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കോംബോയാണ്. കോംബോ ആയിട്ടാണ് വരിക. 5 പീസായിട്ടുള്ള കോംബോ അല്ലേ. ഓക്കെ, നമ്മുടെ ബ്ലൗസത്തിൽ പീരിയഡ് പാൻറ് ഇല്ല എന്ന് കാണിക്കോ. ഏതാണ് 2 പീസായിട്ട് തന്നെ ഇരിക്കുന്നത്? 2 പീസായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്കിത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമോ? ഇതിൻ്റെ അകത്ത് തന്നെ ഇത് പാഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വരുന്നത്. പെട്ടെന്നുള്ള എമർജൻസിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേഡീസ് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ, കാരണം ഈ ഒരു ഐറ്റംസ് ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ഇതൊക്കെ ആണെങ്കിൽ റെസിസ്റ്റൻ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേ ഒക്കെ നമുക്ക് സ്പോട്ടുകൾ മാത്രമുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. നോർമലി ഇല്ലേ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് പറയുക, ബ്ലൗസത്തിൽ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഇന്നർ വിയർ ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴേ ശരിക്കും ഞാൻ തന്നെ മനസ്സിലായി കേട്ടോ, നമുക്ക് ലോഞ്ച് വിയർ ഉണ്ട്, പിന്നെ അതുകൂടാതെ കിഡ്സിന് വേണ്ടിയിട്ടുണ്ട്. നോർമലി നമ്മൾ കിഡ്സിനൊക്കെ ബോയ്സിനൊക്കെ ആണെങ്കിലും പുറത്ത് പോയിട്ടാണ് വാങ്ങുക. ഇവിടെ കിഡ്സ് ബോയ്സിനും ഉണ്ട് ഗേൾസിനും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ലോഞ്ച് വിയർ കണ്ടിട്ട് നമുക്ക് അത് കാണാൻ പോവാം. ഇത് അപ്പം ഏത് മെറ്റീരിയലൊക്കെ വരിക? ഇത് കോട്ടനാണ് വരുന്നത്. ഇത് നമുക്ക് വീനെക്ക് വരുന്നുണ്ട്, റൗണ്ട് നെക്ക് വരുന്നുണ്ട്, അല്ലാതെ തന്നെ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നതുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വീനെക്കും റൗണ്ട് നെക്കും പിന്നെ ഫുൾ സ്ലീവും പ്രിഫർ ചെയ്യുമായിരിക്കും അല്ലേ. ഓക്കെ, ഇതിന്റെ സൈസൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്മോൾ സൈസ് മുതൽ എക്സൽ വരെയാണ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് എസ് മുതൽ എക്സൽ വരെ ഉണ്ട് അല്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പാൻസ് ആണ് വരുന്നത്. ഇത് ക്യാപ്രി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ സ്മോൾ സൈസ് മുതലാണ് എല്ലാ സൈസും ഉണ്ട് അല്ലേ. ഓക്കെ, ഫുൾ ലെങ്ത്തും ഷോർട്ടും ഉണ്ട് അല്ലേ. ഓക്കെ, മെറ്റീരിയൽ എല്ലാം നല്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കിഡ്സിൻ്റെ ഉണ്ടെന്നുള്ളത്, കിഡ്സിൻ്റെ എവിടെ ഇരിക്കുന്നത് അവിടെ അല്ലേ. ബോയ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഗേൾസിൻ്റെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇതാണോ? ഇത് ഗേൾസിൻ്റെ ടൈറ്റ്സ് ആണ്. ഓക്കെ, ഇത് പാൻറ്റീസ് വരുന്നത് പ്ലെയിനും ഉണ്ട് പ്രിന്റഡും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ടുണ്ടല്ലോ ഗേൾസിനൊക്കെ കുറച്ചുകൂടെ ഇങ്ങനത്തെ ടൈറ്റ്സ് ഒക്കെ കുറേ പേര് പ്രിഫർ ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ ഇവിടെ ബ്ലൗസത്തിൽ വന്നു കഴിഞ്ഞാൽ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടല്ലേ, ടൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കളേഴ്സ് ഒക്കെ എങ്ങനെയൊക്കെയാണ്? കളേഴ്സ് വരുന്നത് വൈറ്റ്, സ്കിന്ന്, ബ്ലാക്ക്, നേവി ബ്ലൂ. 4 കളേഴ്സാണ്. യൂണിഫോമിന്റെ ആ വെച്ചിട്ട് തന്നെ അല്ലേ, വൈറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ബോയ്സിന്റെ വരുന്നത് വെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട്സ് ടൈപ്പ് വരുന്നതുണ്ട്, ട്രങ്ക് മോഡൽ വരുന്നത്, നോർമൽ ബ്രീഫ് വരുന്നുണ്ട്. ഓക്കെ, ഇത് 3 എണ്ണമായിട്ടായിരിക്കുന്നത് അല്ലേ. ഇതിപ്പം 6 months മുതൽ 12 years വരെയുള്ള ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഷോപ്പിൻ്റെ ടൈമിംഗ് വരുന്നത് മൺഡേ ടു സൺഡേ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ലാസ്റ്റ് ഏത് ടൈമിലായിരുന്നു കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്? ഫ്രൈഡേ സാറ്റർഡേ 9 o'clock ആണ്. ഓക്കെ, നമ്മുടെ കുറച്ചുകൂടെ ഷോപ്പിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈമിംഗ് ആണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കുറേ പേർക്കാണെന്നുണ്ടെങ്കിൽ ഇന്നർ വിയർ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ട് സൈസ് ഒക്കെ കുറച്ചുകൂടെ അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലൗസത്തിൻ്റെ ടീമാണ് അതിന് നിങ്ങൾ ഗൈഡ് ചെയ്യുക കേട്ടോ. അപ്പം മെഷർമെൻ്റ് ഒക്കെ എടുത്തും അങ്ങനെ ഒക്കെ ചെയ്യും അല്ലേ. നമുക്ക് ട്രയൽ റൂം വരുന്നുണ്ട്. കുറച്ചുകൂടെ ഓക്കെ, ലേഡീസിൻ്റെ കുറച്ചുകൂടെ പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ട്രയൽ റൂം ഉണ്ട്. നമുക്കറിയാത്തവർക്കാണെങ്കിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം ഗൈഡ് ചെയ്യും കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, കാരണം എല്ലാം വിസിബിൾ ആയിട്ടല്ല എല്ലാം ഇരിക്കുന്ന പാക്കിങ് എല്ലാം, അതെല്ലാം എടുത്ത് പറയണ്ട. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാവരും നോക്കുന്നത് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കിവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലേ, എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തോപ്പുംപടി കൊച്ചുപള്ളിയുടെ അടുത്തായിട്ടാണ് സ്റ്റോർ വരുന്നത്. മൈജിയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ഓപ്പോസിറ്റ് ആയിട്ടാണ്. നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.